ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവാ. ഒരു മുസ്ലിം പെണ്ണ് പരസ്യമായി പറഞ്ഞ ഇസ്ലാമിനെ പറ്റി ഇതേ വേദിയിൽ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കാണിക്കാണ്. നിങ്ങൾ കേൾപ്പിച്ചുതരാം. ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല എന്നുള്ള ഒരു ദുരന്തമാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുസ്ലിം മതത്തിലേക്ക് വരുമ്പോ ഞാനൊരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണ്, പക്ഷെ ഞാനൊരു വിശ്വാസിയല്ല എന്ന് ഞാൻ ഉറക്കെ പറയണം. കാരണം അവിടെ സ്ത്രീകൾ വളരെയധികം റെസ്ട്രിക്ഷൻ അനുഭവിക്കുന്ന ഒരു മതവിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പരിപാടിയാണെങ്കിൽ ഒരു തിരശീലയ്ക്കപ്പുറം അല്ലെങ്കിൽ ഒരു തുണിക്കെട്ടിനപ്പുറം ആണും പെണ്ണും ഇരിക്കേണ്ട അവസ്ഥ, ഒരു കല്യാണ വീടില് ഒരു തുണിക്കെട്ടിനപ്പുറം ആണും പെണ്ണും ഇരിക്കേണ്ട അവസ്ഥ, അതിപ്പോഴും മുറുകെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു മതവിശ്വാസികളുള്ള, അത്രയും ജീർണിച്ച മതവിശ്വാസികളുള്ള കൂട്ടമാണ് മുസ്ലിങ്ങൾ എന്നാണ് എനിക്ക് പറഞ്ഞല്ലോ. ഖുറാൻ തൊടാൻ പാടില്ല. ഞാനും ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ഒരു മതത്തിൽ ഞാൻ ഖുറാൻ തൊടുന്നു. ഞാൻ ഒരു പുസ്തകമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ. എന്നൊരു അവരുടെ വിശ്വാസം എന്ന് കരുതി അവരുടെ വിശ്വാസത്തിൽ ഞാൻ കയറുന്നില്ല. പക്ഷെ ഖുറാൻ പീരീഡ്സ് ആവുന്ന സമയത്ത് ഖുറാൻ തൊടാനോ വായിക്കാനോ പാടില്ല എന്നാണ് ഞാൻ മദ്രസ. ഞാനൊരു മുസ്ലിം പെണ്ണാ, പക്ഷേ ഞാൻ വിശ്വാസിയല്ല. ഞാൻ മുസ്ലിമാ, പക്ഷേ എനിക്ക് വിശ്വാസമില്ല. അവളെ ഇവിടുത്തെ മുസ്ലിമാ, അതിൽ തന്നെ പോയില്ലേ? വിശ്വാസിയല്ല. അൽ ഈമാൻ ബില്ലാഹ്. ആദ്യമായ ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അകത്തളത്തിൽ പ്രകമ്പനം കൊള്ളേണ്ടത് ലോകത്തെ പടച്ച പരമാധികാരിയെ കൊണ്ടുള്ള വിശ്വാസമാ. അതില്ലാത്തവൾ എന്ത് വിശ്വാസിയാ? മുസ്ലിം പേര് പറഞ്ഞിട്ട് കാര്യമില്ല പെങ്ങളെ. എവിടെങ്കിലും അമേരിക്കയിലോ ആഫ്രിക്കയിലോ ഇംഗ്ലണ്ടിലോ നടന്ന ചരിത്രമല്ല, കോഴിക്കോട് നടന്നതാ. കോഴിക്കോട് കോളേജിന്റെ കത്തളത്തിൽ പരസ്യമായി, വേറെ ചർച്ചയൊന്നുമല്ല, പെൺകുട്ടികളുടെ മെൻസസിനെ പറ്റിയുള്ള ചർച്ചയാ. പരസ്യമായി ഒരു പെണ്ണ് രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളെ പരസ്യമായി ഒരു ക്യാമ്പസിന്റെ കത്തളത്തിൽ നാം കെട്ടവളെ പോലെ പരസ്യമായി പറഞ്ഞൊരു മുസ്ലിം നാമധാരി ഒരു മുസ്ലിം പെണ്ണ് പറഞ്ഞതാ. എവിടെയാ വിശുദ്ധമായ ഇസ്ലാം മതം? ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യം പാലിച്ചതിന്റെ പ്രിയപ്പെട്ട വാപ്പ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ ഉമ്മാനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരുത്തൻ വൈകാരികമായ ചിന്തയോടെ നോക്കുന്നത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വാപ്പ കൈവെക്കാൻ പറ്റുമോ? എന്റെ ഭാര്യയെ, എന്റെ മകളെ, എന്റെ ഉമ്മാനെ, എന്റെ സഹോദരിയെ വികാരത്തോട് കൂടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നോക്കുന്നത് എനിക്ക് സന്തോഷമാണെന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ വാപ്പ കാണിക്കാൻ പറ്റുമോ? ആർക്കും ഇഷ്ടമാണോ? അതേ ഇസ്ലാം പറയുന്നുള്ള പെണ്ണേ, നിന്റെ ശരീരം ഏതെങ്കിലും കവല ചന്തകൾ കൊടുക്കേണ്ടതല്ല, ഏതെങ്കിലും ഓഡിറ്റോറിയത്തിന്റെ കത്തളത്തിൽ കളയേണ്ടതല്ല, ഏതെങ്കിലും ചാണ്ടകത്തളത്തിൽ കയറി ഇരുന്നു കൊണ്ട് ആളാവാൻ വിശുദ്ധമായ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടിയുള്ളതല്ല. എന്താവോളെ ഇസ്ലാം എന്നറിയോ? നിന്റെ കാൽച്ചുവട്ടിലിട്ട് കൊണ്ട് പട്ടി കളിക്കേണ്ടതല്ല ഇസ്ലാം. 140 കോടി മുസൽമാന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വജ്രായുധം പോലെ പിടിക്കുന്നതാ അൽ-ഈമാനു ബില്ലാഹ്. പടച്ച റബ്ബിനെ കൊണ്ടുള്ള വിശ്വാസം. ഏത് കോളേജിന്റെ കത്തളത്തിൽ വന്നിരുന്ന ഒരു മുസ്ലിം നാമധാരി പറഞ്ഞാലും തെറിച്ചു പോകുന്നതല്ല പെണ്ണേ ഈമാൻ. നിനക്കത് കിട്ടാത്ത കൊണ്ട് സംഭവിച്ചതാ. നിന്റെ വാപ്പയും ഉമ്മയും അത് നിന്നെ പഠിപ്പിക്കാത്ത കൊണ്ട് സംഭവിച്ചതാ. എന്താ ഇസ്ലാം പറയുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹൈന്ദവ മതം എന്താ പറയുന്നത്? മനുമഹർഷി മനുസ്മൃതിയിലൂടെ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? പിതോ രക്ഷിത കൗമാരേ ഭർത്തോ രക്ഷിത യൗവനേ പുത്രോ രക്ഷിത വാർദ്ധക്യ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ചെറുപ്പകാലത്തില് നിന്നെ പരിപാലിക്കേണ്ടത് ഉപ്പയാ, നിന്നെ യൗവനത്തില് നിന്നെ പരിപാലിക്കേണ്ടത് ഭർത്താവാ, നിന്റെ വാർദ്ധക്യത്തില് നിന്റെ പുന്നാര മോനാ. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതിനപ്പുറം പെണ്ണിനൊരു സ്വാതന്ത്ര്യമില്ല, ഇതിനപ്പുറം പെണ്ണിനൊരു സ്വാതന്ത്ര്യമില്ല. വരട്ടെ, കവിതയുടെ പിതാവെന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ പോലും ലോകത്തോട് പാടി പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? നാരിമാർ
നാരിമാർ നാണം കുണുങ്ങികൾ വിശ്വാവിപപ്പിന്റെ താരായ വേരുകൾ പെണ്ണൊരു പ്രിയ പടച്ചില്ലെങ്കിൽ നിശ്ചയം ലോകമെന്ന് സ്വർഗമാകുമായിരുന്നു. അമേരിക്കയല്ല ചങ്ങമ്പുഴയാ പെങ്ങളെ പറഞ്ഞത്, നിന്നെ പടച്ചില്ലെങ്കിൽ ഈ ദുനിയാവെന്നേ സ്വർഗമാകുമായിരുന്നു എന്ന് ഒരുപാട് വർഷമായില്ല ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ കവിതയുടെ പിതാവ് പോലും പറഞ്ഞു പോയെങ്കില് പോരാ. എന്താ ഷേക്സ്പിയർ പറഞ്ഞത്? ദൈവത്തിന് പറ്റിയ അബദ്ധങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നോ ഈ കാണുന്ന ദുനിയാവിനെ പടച്ചത്, രണ്ടോ പെണ്ണിനെ പടച്ചതെന്ന് ഷേക്സ്പിയർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുമ്പോൾ